ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഹഗ് ചെയ്തിട്ട് പറയാണ്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് വിചാരിച്ചോ. അന്നത്തെ ദിവസം മൊത്തം നിങ്ങളെ ഹാപ്പി ആവാനായിട്ട് ചിലപ്പോൾ ആ ഒരു വേർഡ് മതിയായിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ അടുത്ത് നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ അധികം വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ ടോട്ടലി മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട്, പുള്ളി കുറേ കൂടെ സമയം നിങ്ങളുടെ അടുത്ത് ചിലവഴിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം വാക്കുകളുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു 7 കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ടോട്ടലി മാറാനായിട്ട് ഇൻഷാ അല്ലാഹ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് ആ 7 കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഒരിക്കലും ജീവിക്കൂലായിരുന്നു. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാറുണ്ടോ? കാരണം നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ തന്നെ നിങ്ങൾ അയാളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അയാൾ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ ഒരു ഹാപ്പി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ കോൺഫിഡൻസ് ഉണ്ടാവാൻ അത് സഹായിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ പോയി പുള്ളി ഇങ്ങനെ ഭയങ്കര സെഡായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ. അയാളുടെ മനസ്സിൽ മൊത്തം ഫുൾ കോൺഫ്ലിക്ട്സ് ആയിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് ജോലി പോയില്ലേ, ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അങ്ങനെ കുറേ ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഭാര്യ വന്നിട്ട് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഭയങ്കര വിശ്വാസമാണ്, നിങ്ങളുള്ളതാണ് എൻ്റെ കോൺഫിഡൻസിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാളിന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഹാപ്പി ആയിട്ട് ജീവിച്ചത്. ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, എനിക്ക് നിങ്ങളുടെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾ ഒരാളുള്ളത് കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇത്രയും ഹാപ്പി ആവുന്നത്. ഇപ്പോഴത്തെ പ്രയാസം ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ഈ സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിലവിൽ പോയ ജോലീൻ്റെ കാര്യം അങ്ങനെ തന്നെ വിട്ടിട്ട് പുള്ളി തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും, കുഞ്ഞ് ഏണിങ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഓളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ ഓക്കെ ഞാനാണ് ഒരു സൂപ്പർ ഹീറോ, ഞാനാണ് അവളുടെ സൂപ്പർ ഹീറോ, ഞാനത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടായിരിക്കും അവിടെ ഇൻഡയറക്റ്റ്ലി ബിൽഡാവുക. അപ്പോൾ ഒരു കഴിവും ഇല്ലാതെ ഇരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഈ ഒരു വാക്കുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവാനും കൂടുതൽ എഫേർട്ട് എടുക്കാനും തയ്യാറാവും. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജോലിയൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ് ഇതേപോലെ, നിങ്ങളുടെ ജോലിയൊക്കെ പോയി, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നിങ്ങൾ ആ പണി കളയുന്നത്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെയും കൊണ്ട് ഒന്നിനും പറ്റില്ല, ഇനിയിപ്പോൾ ജോലിയും കൂടെ കളഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റുക, ഒന്നും സാധിക്കൂല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു 10 പൈസ കിട്ടില്ല എന്ന്, ഞാൻ ആങ്ങളുടെ അടുത്ത് പൈസ വാങ്ങാൻ നോക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ വാങ്ങാൻ നോക്കട്ടെ, നിങ്ങളുടെ ഒന്നും കണക്കാക്കിയിട്ട് കാര്യമില്ല, ഏത് ഗതികെട്ട നേരത്താണോ ഞാൻ കല്യാണം കഴിച്ചത്, ഇങ്ങനെ കുറേ ഡയലോഗാണ് പറയണതെന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ തകർന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ആണുങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഈ അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളത്. സോ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യണമെന്നൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അതായത് ആളുടെ ജോലി എത്ര ചെറുതായിക്കോട്ടെ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഒരു കുഞ്ഞു വരുമാനത്തിൽ നിന്ന് നിങ്ങൾ എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾ എത്ര നന്നായിട്ടാണ് ഞങ്ങളെ നോക്കുന്നത്, ഐ എം റിയലി ഫീലിംഗ് പ്രൗഡ് ഓഫ് യു. ഇനിയിപ്പോൾ കുറച്ച് തടിയുള്ള ആളാണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾ ഇത്തിരി വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ഫുഡും ക്രേവിങ്സും ഒക്കെ ഉണ്ടായിട്ട്, ഫുഡിനോടുള്ള ആർത്തിയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് നിങ്ങൾ ട്രിമ്മാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാം. ആൾ കുഞ്ഞു കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മക്കളെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ കാര്യത്തിലെങ്കിലും കുട്ടികളുടെ അടുത്ത് ആളൊരു എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ കുട്ടീനെ അത് പരിഗണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഇത്രയും തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് വേണ്ട പോലെ സമയം ചിലവഴിക്കാത്ത ഒരാളാണെന്ന് ഇരിക്കെ നിങ്ങൾ ആളുടെ അടുത്ത് ഈ ചെറിയൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ട് ആളിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ എന്തായി, ആൾക്ക് ഭയങ്കര സന്തോഷമായി. വീണ്ടും ആളെന്ത് ചെയ്യും, കുറച്ചും കൂടെ കുട്ടികളുടെ അടുത്ത് ഈ പറയുന്ന പോലെ സമയം ചിലവഴിക്കാനായിട്ട് തുടങ്ങും. അതേപോലെ ആളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇപ്പോൾ ഒരു 1000 രൂപ ഒരു ദിവസം ഏൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളോട് പറയണേ, നിങ്ങൾ ഈ ഒരു വരുമാനം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ആളൊരു 1200 ഏൺ ചെയ്യാനും കുറച്ചും കൂടെ അധികം കാര്യങ്ങൾ നോക്കാനും ട്രൈ ചെയ്യും. കാരണം അവർക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നത്, നമ്മൾ ഈ ചെടികൾക്ക് വളരാൻ വേണ്ടി വളം ഇട്ട് കൊടുക്കില്ലേ, അതേപോലെയാണ് ഒരു മനുഷ്യന് അപ്രിസിയേഷൻ കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ എത്ര നന്നായിട്ടാണ് എന്നെ മോൾഡ് ചെയ്യുന്നത്, എൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്, എൻ്റെ പഠനം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണ് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ആയതിൽ. അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് പുള്ളി നിങ്ങളുടെ കരിയറിനെ വളർത്തിക്കൊണ്ടുവരാനും നിങ്ങളുടെ എഡ്യൂക്കേഷൻ വളർത്തിക്കൊണ്ടുവരാനും അതുപോലെ നിങ്ങളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സോ നിങ്ങളൊന്ന് ഈ ഒരു അപ്രിസിയേഷൻ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്, എനിക്കൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ, നിങ്ങളില്ലാന്നുണ്ടെങ്കിലും കുട്ടികളെ ഞാൻ നന്നായിട്ട് നോക്കും, കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അതേപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, ഞാൻ സെൽഫ് ഏൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഞാൻ എന്നുള്ള ഒരു പെൺകുട്ടി വിമൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആണ്, എനിക്ക് ഒരാളുടെ ഹെൽപ്പില്ലെങ്കിലും ജീവിക്കാൻ പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര അറഗൻ്റായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ അതല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം എനിക്കുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആണ്, എനിക്കൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്? പലപ്പോഴും പല ആളുകളും നമ്മളുടെ അടുത്ത് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൺതൂണ, ഒരു ധൈര്യം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെ എമോഷണൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടല്ലോ, ഈ സെക്യൂരിറ്റി ഫീൽ അതിൻ്റെ ഡെപ്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് കിട്ടും. എപ്പോഴെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുകയാണ്, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ്, എനിക്ക് സെൽഫായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതേപോലെ എനിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്, നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്നുള്ളൊരു വ്യക്തി കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുന്ന സമയത്ത് പുള്ളിക്ക് കിട്ടുന്ന ഒരു എമോഷണൽ അഷ്വറൻസ് ഉണ്ട്, ഒരു എമോഷണൽ സെക്യൂരിറ്റി ഉണ്ട്. ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ദേഷ്യമോ വാശിയോ അല്ലെങ്കിൽ അകാരണമായിട്ട് വെറുതെ പുറത്തു പോവുക, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, ഈ ജാതി കലാപരിപാടികളൊന്നും പുള്ളി ഇറക്കാതിരിക്കും കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു വാക്കായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ തീരുമാനത്തെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ഡെസിഷൻ എടുത്താലും അത് ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു തവണ ബിസിനസ്സിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ അടുത്തൊരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു തരത്തിലും എന്താ പറയുക പേടിക്കേണ്ട കാര്യമില്ല, എനിക്ക് നിങ്ങളുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, സോ നിങ്ങൾ ധൈര്യമായിട്ട് നെക്സ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന പക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണം, എനിക്ക് നിങ്ങളുടെ ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് ശരിയായിരിക്കും എന്നുള്ളത് നിങ്ങൾ പല ആവർത്തി ആലോചിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഈ തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വാക്ക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി 4 സൈഡും പഴുതടച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ പുള്ളിയോടുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും ബ്രേക്ക് ആവണമെന്ന് ആൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ആളെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൂടെ ഹസ്ബൻഡിന് അത് ബിൽഡ് ചെയ്യും. ഈ ഒരു കാര്യം ഇപ്പം നിങ്ങൾ തന്നെ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യാൻ പോകണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, മേ ബി ഇത് സക്സസ് ആയില്ലെങ്കിലോ എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയരുത്, ഈ ഒരു ബിസിനസ് എന്തായാലും പൊട്ടും, നിങ്ങളുടെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, അതിനൊരു കഴിവില്ലാത്ത ഒരാളാണ് നിങ്ങൾ, ഈ ജാതി രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. പകരം നിങ്ങൾക്ക് നേരെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്, ഈ ബിസിനസ്സിന് പകരം ഈ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റില്ല, ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ അതിനകത്തുണ്ടല്ലോ, നിങ്ങളതൊന്നും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് ആയിരിക്കില്ലേ കുറച്ചും കൂടെ സ്യൂട്ട് ആവുക. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് സജഷൻസ് വെച്ച് കൊടുക്കാം. അതല്ലാതെ ഇത് ചെയ്താൽ നിങ്ങൾ തോറ്റുപോവുകയേ ചെയ്യുള്ളൂ, എനിക്ക് അപ്പോഴേ അറിയാം, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിശ്വാസമേ ഇല്ല, പക്ഷെ ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും, ആ രീതിയിലുള്ള വർത്തമാനം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അടുത്ത പോയിന്റാണ്, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക, നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എത്ര മോശം സാഹചര്യത്തിലും നീ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സേഫാണ്, എനിക്ക് പിന്നെ പേടിയില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം പറയുന്നത്, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്, അപ്പം ഞാൻ ഇരുട്ടിലൂടെ വരണമെന്നുണ്ടെങ്കിൽ പക്ഷെ എൻ്റെ കൈ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് പറയുകയാണ്, എടാ എനിക്ക് നീ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുട്ടത്ത് ഫേസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നീ ഉണ്ടല്ലോ, സോ ഞാൻ ഓക്കെ ആണ്, എനിക്ക് പേടിയില്ല. ആ ഒരു രീതിയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രസ്റ്റും കൂടെ വേണിട്ടോ, എന്നാലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അവർക്കൊരു പ്രൗഡ് ഫീലാണ്. ഓക്കെ, ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഓൾക്ക് ഞാനുണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വെള്ളത്തിൽ നീന്താനായിട്ട് കുഞ്ഞുനാളിലൊക്കെ ഞാൻ നല്ലപോലെ നീന്തിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ കുറേ കാലം നമ്മൾ വെള്ളത്തിലോട്ട് എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ, അതായത്
പുഴയിലോട്ട് എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ട് തന്നെ കുളിക്കാറില്ല എന്ന് ചോദിക്കരുത് കേട്ടോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീന്താനുള്ളൊരു അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെ നീന്താറുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പൂള് വന്നു. അപ്പോൾ പൂളിൽ നല്ല ആഴമുണ്ട്, അതായത് രണ്ടാൾക്കുള്ള ആഴമൊക്കെ പൂളിലുണ്ട്. പക്ഷെ ഞാൻ ഈ കുട്ടികൾ നീന്തുന്ന ഏരിയയിൽ മാത്രം നീന്തിക്കൊണ്ടിരിക്കണം. അപ്പം എൻ്റെ അടുത്ത് ബഷീർ പറയുന്നുണ്ട്, നീ എന്താ അവിടെ നീന്തുന്നത്, ഇങ്ങോട്ട് വന്ന് നീന്തിക്കോ, എനിക്ക് നീന്താൻ അറിയാലോ, ഈ ചെറുതിലെ നീന്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ബഷീറോട് പറയുന്നൊരു കാര്യമായിരുന്നു, നീ ആ എൻഡിൽ നിൽക്ക്, ഏറ്റവും ലാസ്റ്റ് നിൽക്ക്. നീ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് നീന്താനായിട്ട് ഭയങ്കര ധൈര്യമാണ്. ഓക്കെ, എനിക്ക് നീന്താൻ ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ആ ഒരു എൻഡ് വരെ, ബഷീർ അവിടെ നിൽക്കണോണ്ട് തന്നെ ഞാനൊരു എൻഡ് വരെ നീന്തി പോയിട്ട് ബഷീറുടെ അടുത്ത് എത്തും. അതാണ് എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഈസിലി ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നീ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്, എനിക്കൊന്നും പറ്റൂല എന്നുള്ള ധൈര്യമാണ്. ആ ഒരു കോൺവെർസേഷൻ നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഭയങ്കര പ്രൗഡാവും. ഇതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ പൂളി പോവാന്ന് വെച്ചാൽ ബഷിയാണ് ആദ്യം മുടക്കം അറിയാം, എന്ന് പോകണ്ടെന്നുള്ള പരിപാടി. പക്ഷെ നമ്മളിപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളുടെ നീന്തൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് നീന്തുന്നുണ്ട് എന്നുള്ളൊരു രീതിക്കൊക്കെ വരുമ്പം ഇപ്പോൾ നമ്മുടെ പൂള് എന്താ പറയുക, വർക്കിംഗ് പ്രോഗ്രസ് ആണ്, കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് പക്ഷേ നമുക്ക് ഈ ആഴ്ച കൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്തോ, നമുക്ക് പോവാം എന്ന് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. സോ നമുക്ക് തന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഉള്ളൊരു ട്രസ്റ്റ് ഉണ്ടാവുകയും ആ ഒരു ട്രസ്റ്റ് കൊണ്ട് നമ്മൾ പറയുകയാണ് പുള്ളിയോട്, നീ എൻ്റെ ഒരു സേഫസ്റ്റ് പ്ലേസ് ആണെന്ന് നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ ആള് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കീപ്പ് ചെയ്യാനും പുള്ളി മറക്കൂല എന്നുള്ളതാണ് കാര്യം. അടുത്ത പോയിന്റാണ്, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണെന്നുള്ളത്. നമ്മൾ ഒരുപാട് പരാതികൾ പറയാനായിട്ട് മെനക്കെടും, അതേപോലെ കമ്പയർ ചെയ്യാനായിട്ട് സംസാരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കും എന്നല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് എപ്പോഴേലും പറഞ്ഞു എനിക്ക് നിൻ്റെ അടുത്ത് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കുറച്ച് നേരം വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഒരു ചായയൊക്കെ എടുത്തിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കൂടെ പോകുന്നൊരു കാര്യം ഉണ്ടാവും, തുടക്കമൊക്കെ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അവസാനം ആകുമ്പോഴേക്കും അത് അടിയിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് അടിയിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഒന്നല്ലെങ്കിൽ ഈ കമ്പയർ ചെയ്യുന്നൊരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പരാതി പറയുന്നൊരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും, ഇതല്ലാന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു ടോക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുള്ളിനെ വെച്ചിട്ട് വേറൊരാളെടുത്ത് കമ്പയർ ചെയ്യുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞിട്ട് പുള്ളിയെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ പുള്ളി ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുള്ളിയുടെ അടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ സംസാരമൊക്കെ ഒരു മോശം അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റിലോട്ട് എത്തുള്ളൂ. നിങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻട്രസ്റ്റുകൾ കേൾക്കുക, അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറയുന്ന 4 തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഇടയിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പുള്ളിയോട് പറയാം, ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ എന്ത് രസമല്ലേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വർത്തമാനം പറഞ്ഞാലോ എന്ന് പറയുന്ന സമയത്ത് പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെയാണോ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേപോലെ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും പുള്ളിക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് പലപ്പോഴും നമ്മുടെ എക്സ്പ്രഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വർത്തമാനം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡിന് തോന്നിയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ മാത്രമേ അവൾക്ക് എന്നോട് സ്നേഹമുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവളെ പുന്നരിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് മാത്രമേ അവൾക്ക് എന്നോട് സ്നേഹമുള്ളൂ, ഞാൻ അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ മുടങ്ങാണ്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവൾക്ക് എന്നോട് സ്നേഹമുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ തോട്ടൊക്കെ വാനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മോശം സാഹചര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല സാഹചര്യത്തിലായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ദേഷ്യപ്പെട്ടിട്ടിരിക്കുമ്പോഴായിക്കോട്ടെ സെഡായിട്ടിരിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ ആളോട് പറയാം, നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ എമോഷൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടിരിക്കുകയാണെങ്കിലും എത്ര തന്നെ സക്സസ്ഫുൾ പേഴ്സൺ ആണെങ്കിലും എത്ര ഹാപ്പി ആണെന്നുണ്ടെങ്കിലും എത്ര ദേഷ്യത്തിലാണെന്നുണ്ടെങ്കിലും അൺകണ്ടീഷണലി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ പറയാം, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒച്ചെടുക്കുന്ന ഹാബിറ്റ് കുറയ്ക്കുന്നത് നല്ലതായിരുന്നു, ഷൗട്ട് ചെയ്യുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരുന്നു, അങ്ങനെ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ഹാബിറ്റ് കുറയ്ക്കുന്നത് നല്ലതായിരുന്നു. പക്ഷെ നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ സംഭവിക്കുന്നില്ല, പകരം എന്നത് വേദനിപ്പിക്കുന്നുണ്ട്, എനിക്ക് വിഷമമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോടും അതേപോലെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക ഹാബിറ്റൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുമോ അങ്ങനെ ചോദിക്കാം. ഞാൻ പറഞ്ഞത് കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ അത് ഗ്രാജുവലി പുള്ളി കുറച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തന്നെ പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പുള്ളിക്ക് തോന്നും. പുള്ളിയോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് നിങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഇഷ്ടം കൂട്ടിക്കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്, പകരം ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വക കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുമോ എന്ന് ചോദിക്കുക. കൂടെ പുള്ളിയോട് പറയാം, ഏത് സിറ്റുവേഷനിലാണെങ്കിലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്,
ഞാൻ നിങ്ങളെ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന അജാതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുള്ളിയോട് പറയാട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞു വെക്കൂ. നിങ്ങൾ ഈ പരാതി പറയുന്നത്, കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ തർക്കിക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്നതിനൊക്കെ പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ടോട്ടലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്. ഫുൾ ടൈം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പുറകെ നടന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം പുറകെ നടന്ന് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ആൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് നടക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ആൾക്ക് ഇത്തിരി സ്വസ്ഥതയും സമാധാനം കൊടുക്കാൻ നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ പുള്ളി എവിടെയും പോകില്ല. പുള്ളി നിങ്ങൾക്ക് ഈ പറയുന്ന സ്നേഹവും സമാധാനവും സന്തോഷമൊക്കെ തരാനായിട്ട് തുടങ്ങും. പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയാറുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം ചെയ്തിട്ടും ഡിവോഴ്സുകൾ സംഭവിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നുള്ളത്. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളിലുള്ള ലൈഫ് എന്ന് പറയുന്നത് പലരുടെയും. അപ്പോൾ ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ടാവും. ആ ഇല്ലാതെ പോകുന്ന കാര്യങ്ങളുടെ പേരിലാണ് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവില്ല. ആസ് എ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, അവർ ഡിവോഴ്സായി അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എൻ്റെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുന്ന കാര്യം ഇതായിരിക്കും, നിങ്ങൾ ആ കാര്യം അന്വേഷിക്കേണ്ട എന്നുള്ളത്. കാരണം ഒരാൾ വേറെ ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കതൊരു മാറ്റർ ആവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്, അത്രേ ഉള്ളൂ. തീരുമാനം അവരുടേതാണ്, അവർ ആ ലൈഫ് ജീവിച്ചോട്ടെ. പക്ഷേ ഇതൊന്നും വേണ്ട, എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട, എൻ്റെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ എല്ലാ വഴിയും അന്വേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. സോ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.